ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ നല്ല ദിവസം പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തോടടുത്ത് വരുവാൻ ഒരവസരം കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നല്ലോ. ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ്. 107 സങ്കീർത്തനം 20 വാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 107:20. അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. വചനത്തിൻ്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് ഈ രാവിലെയും കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. 107 സങ്കീർത്തനത്തിനകത്ത് ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികളെ വർണ്ണിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടൊക്കെ എഴുതിയിരിക്കുന്ന വാക്യങ്ങളാണ് മുഴുവനും. നമ്മൾ വായിച്ച 20 വാക്യത്തിനകത്തേക്ക് വരുമ്പോൾ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്ന് നന്നായി അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം പറയുന്നു, അവൻ തൻ്റെ വചനം അയച്ചു. പ്രിയരെ, ദൈവം തൻ്റെ വചനം തൻ്റെ ജനത്തിന് വേണ്ടി അയക്കും. എവിടെയെല്ലാം ദൈവത്തിൻ്റെ വചനം നൽകപ്പെട്ടുവോ, എവിടെയെല്ലാം വചനം വെളിപ്പെട്ടുവോ, അവിടെയെല്ലാമുള്ള വിടുതലുകൾ വലുതായിരുന്നു. കാലാകാലങ്ങളിൽ ന്യായാധിപന്മാരെയും പ്രവാചകന്മാരെയും ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ട് തൻ്റെ നാവായി നിർത്തി തലമുറകളോട് ദൈവം തൻ്റെ വചനം അറിയിച്ചു കൊണ്ടിരുന്നു. പുതിയ നിയമത്തിനകത്തേക്ക് വരുമ്പോൾ ഈ വചനം എഴുതപ്പെട്ട നിലയിൽ നമ്മുടെ കരങ്ങളിൽ ലഭിക്കുവാനിടയായി തീർന്നു. അപ്പോൾ നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകി തരേണ്ടതിന്, ജീവിതത്തിൽ ജയം നൽകി തരേണ്ടതിന്, ദൈവ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് ദൈവം ചെയ്യുന്ന ഏറ്റവും ഗൗരവമുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ദൈവം തൻ്റെ വചനത്തെ അയക്കും. ഇന്ന് പകൽ ദൈവം ചില വചനങ്ങളെ നമുക്ക് വേണ്ടി അയക്കുന്ന വിടുതലിൻ്റെ മണിക്കൂറുകളായി തീരട്ടെ, ദൈവപ്രവൃത്തിയുടെ മണിക്കൂറുകളായി തീരട്ടെ. ദൈവം തൻ്റെ വചനം അയച്ചാൽ വചനത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാ, വചനത്തെ അയച്ച് സൗഖ്യമാക്കി. ആമേൻ. അപ്പോൾ തിരുവചനത്തിന് സൗഖ്യമാക്കുവാനുള്ള ശക്തിയുണ്ടെന്ന് ഈ രാവിലെ നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ഏതെങ്കിലുമൊക്കെ വിഷയത്തിനകത്ത് ഒരു സൗഖ്യം വേണമെന്നുള്ള ആഗ്രഹത്തോടെ ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ, പ്രിയരെ, തിരുവചനം ഏറ്റെടുക്കുകയും വചനത്തോട് പ്രിയം വയ്ക്കുകയും ദൈവവചനത്തോട് നമുക്ക് അടുത്തു വരികയും ചെയ്യാം. അത് വലിയ വിടുതലായി തീരും. എഴുതപ്പെട്ട വചനങ്ങൾ ചിലരുടെ ജീവിതത്തിലേക്ക് പ്രത്യേക സമയങ്ങളിൽ ദൈവം അയക്കും. എന്തിന്? പ്രവർത്തിക്കേണ്ടതിന്, സൗഖ്യമാക്കേണ്ടതിന്. ഈ വാക്യം അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു. അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകലും ഈ വചനത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ. എവിടെയെല്ലാം വചനം കത്തിയിട്ടുണ്ടോ, വചനം വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ടോ, അവിടെയെല്ലാം വലിയ ദൈവ പ്രവൃത്തികൾ വെളിപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുകയാണ്, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. ആമേൻ. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ ജീവിതയാത്രയിൽ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത നിലയിൽ ചില കുഴികൾക്കകത്ത് നമ്മൾ അകപ്പെട്ടു പോകും. ഒരു സ്റ്റെപ്പ് പോലും മുൻപോട്ട് വയ്ക്കുവാൻ പറ്റാതെ, എല്ലാം അവസാനിച്ചതുപോലെ ദുഃഖത്തിന് മീതെ ദുഃഖം വരുത്തിക്കൊണ്ട് എങ്ങനെയൊരു പരിഹാരം വരുത്തുവാൻ കഴിയുമെന്ന് അറിയാതെ കുഴങ്ങിപ്പോകുന്ന അവസ്ഥ. എന്നാൽ ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ
ദൈവം തൻ്റെ വചനത്തിലൂടെ ഒരു വിടുതലയക്കും. നമുക്കറിയാം, പഴയ നിയമത്തിനകത്ത് യോസഫിനെ സഹോദരന്മാർ പിടിച്ച് കുഴിക്കകത്തിട്ടു. എന്നാൽ അതിനു മുന്നമേ യോസഫിന് വേണ്ടി ദൈവം തന്റെ വാഗ്ദത്തത്തിന്റെ വചനം അയച്ചിരുന്നത് കൊണ്ട് ആ കുഴിക്കും യോസഫിനെ പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല. അതിന്റെ നടുവിൽ ഒരു നീക്കുപോക്കുണ്ടാക്കി. നിങ്ങളുടെ മീത് ദൈവത്തിന്റെ വചനമുണ്ടോ? ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ടോ? ഏതെല്ലാം ശക്തികൾ എത്ര വലിയ പ്രതികൂലങ്ങൾ സൃഷ്ടിച്ചാലും ഈ കുഴിക്ക് പിടിച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല. അയക്കപ്പെട്ട ദൈവത്തിന്റെ വചനം ആ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റും. ആമേൻ. അണ്ണന്മാർ അവസാനിപ്പിക്കേണ്ടതിന് പൊട്ടക്കിണറ്റിൽ തള്ളിയെങ്കിലും തിരുവചനം എഴുതിയിരിക്കുന്നു, അതിനു മുന്നമേ യോസഫിന് വേണ്ടി ദൈവം തന്റെ വചനത്തെ അയച്ചു. മനുഷ്യന്റെ ചിന്തകളെയും മനുഷ്യന്റെ നിരൂപണങ്ങളെയും നിഷ്ഫലമാക്കിക്കൊണ്ട് യോസഫിന് വേണ്ടി വെളിപ്പെട്ട ദൈവത്തിന്റെ വചനം യോസഫിനെ പുറത്തു കൊണ്ടുവന്നു. സാധാരണ വായനക്കാർക്ക് യാദർച്ഛികമായിട്ട് അവിടുത്തെ സംഭവങ്ങൾ തോന്നിയാലും തിരുവചനത്തോട് പ്രിയമുള്ളവർക്കറിയാം, യോസഫിന്റെ ജീവിതത്തിൽ കുഴിയിൽ നിന്ന് പുറത്തു വരുവാൻ കഴിഞ്ഞത് യാദർച്ഛികമല്ല. ദൈവവചനത്തിന്റെ നിവർത്തീകരണം യോസഫിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയായിരുന്നു. ഈ പ്രഭാതത്തിൽ ഏതെങ്കിലുമൊക്കെ നിലയിൽ അകപ്പെട്ടു പോയി രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ള ആകുലത ആരെയെങ്കിലും ഭരിക്കുന്നുണ്ടോ? ദൈവവചനം പറയുന്നു, വചനമയച്ച് കുഴിയിൽ നിന്ന് കയറ്റും. സൗഖ്യമാക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. കയറ്റുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. താഴ്ത്തുമെന്നല്ല, കയറ്റുമെന്ന്, പുറത്തു കൊണ്ടുവരുമെന്ന്, അനുഗ്രഹിക്കുമെന്ന്, വിടുവിക്കുമെന്ന്. ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മീതെ, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ ദൈവത്തിന്റെ വചനം വെളിപ്പെട്ടിട്ടുണ്ടോ? ആകാശം മാറിയാലും ഭൂമി മാറിപ്പോയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിന്റെ നിവർത്തീകരണം ഈ ദിവസങ്ങളിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഈ വാക്യം പറയുന്നു, തിരുവചനമയച്ച്, ദൈവത്തിന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. നമ്പർ 2, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഈ പ്രഭാതത്തിൽ വലിയ ദൈവപ്രവൃത്തി അനുഭവിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. വലിയ വിടുതലുകൾ നടക്കുന്നത് കൊണ്ട് നന്ദി. ദുരത്ഭുതത്തിന്റെ ദിവസമാകട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.